ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ ഒത്തുകളി ദൃശ്യമായിരുന്നു. ആ ഒത്തുകളിയുടെ ഭാഗമായിട്ടുള്ള ഉദിഷ്ട കാര്യത്തിനുള്ള ഒരു ഉപകാര സ്മരണയാണ് ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നത്. കേജ്രിവാൾ എന്നുള്ള ഡൽഹി മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്ത് തീഹാറിലടയ്ക്കാൻ വേണ്ടി എങ്ങനെയാണോ കോൺഗ്രസും BJPയും ഒത്തുകളിച്ചത്, ഗൂഢാലോചന ചെയ്തത്, അതിന്റെ മറ്റൊരു പതിപ്പാണ് ഇന്ന് കേരളത്തിൽ അരങ്ങേറുന്നത്. പിണറായി വിജയൻ എന്നുള്ള നേതാവ് യഥാർത്ഥത്തില് തീയിൽ കുരുത്ത് അഗ്നിബാധയിലൂടെ മുന്നേറിയ ഒരു നേതാവാണ്. ഇതുപോലുള്ള ഒരുപാട് വേട്ടയാടലുകൾ കോൺഗ്രസും BJPയും അദ്ദേഹത്തിനെതിരെ നടത്തിയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹത്തെ മർദ്ദിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കി അവിടെ നിന്നൊരു ഫീനിക്സ് പക്ഷിയെ പോലെയാണ് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റത്. അതുപോലെ തന്നെ കേരളത്തിലെ CPM-നെ നയിച്ചതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിനെ വേട്ടയാടി. അദ്ദേഹത്തിനെതിരെ പ്രചരിപ്പിക്കാത്ത കഥകളില്ല. CBI കേസ് കൊണ്ട് അദ്ദേഹത്തിനെ വേട്ടയാടാൻ ശ്രമിച്ചു. എല്ലാ കോടതികളും ചവിറ്റുകൊട്ടയിൽ എറിഞ്ഞ ലാവലിംഗ് കേസിന്റെ ഒരു ദൃഷ്ടാന്തം കൂടി നമ്മൾ ഓർക്കുന്ന നന്നായിരിക്കും. ഇപ്പോൾ നടക്കുന്ന ഈ വേട്ടയാടല് എന്ന് പറയുന്നത് പിണറായി വിജയനെയോ CPM-നെയോ തളർത്താൻ വേണ്ടിയാണെങ്കിൽ അത് കോൺഗ്രസിന്റെയും BJPയുടെയും വ്യാമോഹം മാത്രമാണ്. എല്ലാ ഇച്ഛാശക്തിയോടുകൂടിയും പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇടതുപക്ഷവും ശക്തിയുക്തം ഇതിനെ പ്രതിരോധിക്കും, ജനങ്ങളെ അണിനിരത്തും. ഇമാതിരി കള്ളക്കളികൾ മനസ്സിലാക്കാനും തിരിച്ചറിയാനുമുള്ള ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളത് ഈ റെയ്ഡിന്റെ പിന്നിലുള്ള യഥാർത്ഥ യജമാനന്മാരായ കോൺഗ്രസും BJPയും മനസ്സിലാക്കുന്നത് നന്ദി. അതായത് 1,70,00,000 രൂപ ബാങ്കിലൂടെ നീതമായ മാർഗത്തിലൂടെ നികുതി അടച്ച് ഒരു ബിസിനസിന്റെ ഭാഗമായി വാങ്ങിയതിനെ കുറിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എത്ര ഏജൻസികളാണ് അന്വേഷിക്കുന്നത്? ഇൻകം ടാക്സ് മുതൽ SFIO മുതൽ രജിസ്ട്രാർ മുതൽ ED മുതൽ 4 ഏജൻസികൾ. എനിക്കൊരൊറ്റ അഭ്യർത്ഥനയുള്ളൂ, ഇവരെന്തുകൊണ്ട് ഇനി FBI-യെയും മൊസാദിനെയും ഒക്കെ രംഗത്തിറക്കിക്കൂടാ ഈ വീണ വിജയനെതിരെ? യഥാർത്ഥത്തില് ഈ CMRL-ന്റെ സാക്ഷിമൊഴി വന്നപ്പോൾ, അവരുടെ രേഖകൾ വന്നപ്പോൾ എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ലിക്വിഡ് ക്യാഷ് മേടിച്ച 2 പേർ ഇന്ന് സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യം എന്ന് പറയുന്നത് കണക്കിൽപ്പെടാത്ത പണം വാങ്ങിയെന്ന് CMRL വ്യക്തമാക്കിയ 2 പേരല്ലേ? ഒരു ചെറുവിരൽ ഈ ED-യോ ഇൻകം ടാക്സോ അവർക്കെതിരെ അനക്കിയോ? യഥാർത്ഥത്തിൽ ആദ്യം, അതായത് ഇന്ത്യയില് ക്യാഷ് കൊടുക്കുന്നതിനൊരു കണക്കുണ്ട്. ഇത്ര രൂപയെ കൊടുക്കാൻ പാടുള്ളൂ. 20,000 രൂപയ്ക്ക് മേലുണ്ടെങ്കിൽ അത് രേഖാമൂലമായിരിക്കണം. നോക്കുക, 15 ലക്ഷം 20 ലക്ഷം വാങ്ങിയവർ സമ്മതിക്കുന്നു, കൊടുത്തവർ സമ്മതിക്കുന്നു. എന്തെങ്കിലും അന്വേഷണം നടത്തിയോ? അതേസമയം നീതമായ നിയമാനുസൃതമായിട്ടുള്ള ഒരു ബിസിനസിന്റെ ഭാഗമായി നികുതി അടച്ചു വാങ്ങിയെന്ന് ആ മഹിള, ആ വനിത ചെറുപ്പക്കാരി പറഞ്ഞു. അതാണോ ഇവിടുത്തെ ഏറ്റവും വലിയ കുറ്റകൃത്യം എന്ന് പറയുന്നത്? അന്വേഷിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. 2019 മുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്വേഷിക്കട്ടെ. അതായത് സഖാവ് പിണറായി വിജയനെ പോലുള്ള വളരെയധികം ബഹുമാനം ആർജിക്കുന്ന ഒരു വ്യക്തിയെ കളങ്കപ്പെടുത്തി അപമാനിച്ച് ടാർഗറ്റ് ചെയ്ത് ഇതുപോലുള്ള മാധ്യമങ്ങൾക്ക് ഇന്നലെ തന്നെ ചോർത്തി കൊടുത്ത് കുറ്റപത്രം ആരുടെ കൈ കിട്ടാൻ അർഹതയുള്ളത്? കുറ്റപത്രം ഇങ്ങനെ മാധ്യമങ്ങളുടെ കൈ കിട്ടി? കുറ്റപത്രം കിട്ടാൻ അർഹതയുള്ളവരാരാണ്? അതായത് വാദി, പ്രതി, ഇവരൊക്കെയല്ലേ? കംപ്ലൈനന്റ് ഒക്കെ അല്ലേ? എങ്ങനെ കുറ്റപത്രം ചോർന്നു? എങ്ങനെ ഇന്നത്തെ റെയ്ഡിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പറഞ്ഞു കിട്ടി? എല്ലാ തരത്തിലുള്ള നിയമങ്ങളിൽ ലംഘിച്ചുകൊണ്ടുള്ളതാണ് നടക്കുന്നത്. ഏത് അന്വേഷണവും ഇവിടെ ഇപ്പോൾ ED റെയ്ഡ് നടക്കുന്നു. കേരളത്തിലെ മഹത്തായിട്ടുള്ള പ്രസ്ഥാനമാണ് CPM-ന് ED റെയ്ഡ് തടയണമെന്ന് വല്ല ആഗ്രഹമുണ്ടോ? നടക്കട്ടെ. എന്ത് ചോദ്യങ്ങളും അവർ ചോദിക്കട്ടെ, എന്ത് കടലാസുകളും അവർ വാങ്ങട്ടെ, അദ്ദേഹത്തിന്റെ മൊഴിയെടുക്കട്ടെ. അതിനൊന്നും ഞങ്ങൾ തടസ്സമല്ല. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അതായത് രാജ്യത്ത് ED കേസുകളിൽ 1% പോലും കൺവിക്ഷൻ ഇല്ല. 1% പോലും. പാർലമെന്റിൽ ഞങ്ങളെ പോലുള്ള ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള മറുപടിയുണ്ട്. 99% കേസുകളും വ്യാജമായി കെട്ടിച്ചമച്ച കേസുകളാണ്. ഡൽഹി ഹൈക്കോടതി കേജ്രിവാളിന്റെ കേസ് വന്നപ്പോൾ ചവറ്റുകൊട്ടയിലേക്ക് എറിഞ്ഞു. കേസ് എന്ന് പറയുന്ന അപസർപ്പക കഥയല്ല, നിങ്ങളുടെ ഭാവനയല്ല, വസ്തുതാപരമായിട്ട് വേണമെന്ന് കേജ്രിവാളിന്റെ കേസിൽ ഡൽഹി ഹൈക്കോടതി
വിധി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? പിണറായി വിജയൻ ഒരുപാട് കാലമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആളാണ്. ഈ അടിയന്തരാവസ്ഥക്കാലത്ത് ഇന്ന് കേരളം ഭരിക്കുന്ന കോൺഗ്രസ്സുകാരുടെ നേതാവല്ലേ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിനെ മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിനെ ശാരീരികമായിട്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ നിന്ന് അദ്ദേഹം ഉദിച്ചുയർന്നില്ലേ? അതിനുശേഷം ഞാനൊരു കാര്യം പറഞ്ഞല്ലോ, മുഖ്യമന്ത്രിയുടെ മകള് കേൾക്കുക, മുഖ്യമന്ത്രിയുടെ മകള് നിയമാനുസൃതമായിട്ട് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട എല്ലാ നടപടികളും പൂർത്തിയാക്കും. അതിനാരും തടസ്സപ്പെടുത്താൻ പോകുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തോട് നിങ്ങൾ പ്രതികരിക്കണം, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുസമൂഹം പ്രതികരിക്കണം. CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം ലിക്വിഡ് ക്യാഷ് ലക്ഷക്കണക്കിന് രൂപ നൽകിയ 2 രാഷ്ട്രീയ നേതാക്കൾ സംസ്ഥാന മന്ത്രിസഭയിൽ അംഗങ്ങളാണ്. അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തു. അതിനെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടോ? പിണറായി വിജയൻ സർക്കാരാണ്, എന്തുകൊണ്ടത് അന്വേഷിച്ചില്ല? കേന്ദ്ര ഏജൻസികളല്ലേ അന്വേഷണം ഏറ്റെടുത്ത്? ഒരു സെക്കൻഡ്, സംസ്ഥാന സർക്കാരല്ല ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഒരു പക്ഷേ അതേക്കുറിച്ച് ഒരു ഗ്രഹപാഠം നിങ്ങൾ ചെയ്തോളൂ. അതുകൊണ്ടാണ് ഇനി സംസ്ഥാന ഗവൺമെന്റ് അന്വേഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ അത് അട്ടിമറിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന പോലീസ് ഇറങ്ങി പുറപ്പെട്ടത് നിങ്ങൾ വിചാരിക്കും. ഇവിടെ എന്തെല്ലാം തരത്തില് മിഡ് നൈറ്റ് ഹൈസ്റ്റ് നടന്നില്ലേ? കൊടകരയില് കുഴൽപ്പണത്തിന്റെ വേട്ട നടന്നില്ലേ? സ്വന്തം പാർട്ടിക്ക് ട്രക്കിന് വേണ്ടിയിട്ട് പണം കൊണ്ടുവന്ന് ആ ട്രക്കിലെ പണം അർദ്ധരാത്രിയിൽ അവർ തന്നെ കൊള്ളയടിച്ച സംഭവം ഉണ്ടായില്ലേ? ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ എവിടെയായിരുന്നു? ആരുടെയെങ്കിലും ഒരു പോയിട്ടുണ്ടോ? ഒരു പേരിന് പോയിട്ടുണ്ടോ? അതുകൊണ്ട് ഇതിലൊക്കെയുള്ള പക്ഷപാതിത്വവും രാഷ്ട്രീയവും മനസ്സിലാക്കാൻ കഴിയും. എന്തിനാണ് ഇന്ത്യ ചേരിയുടെ നേതാവാണെന്ന് അഹങ്കരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ കേരളത്തിൽ വന്നിട്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത്? അതാണോ ഒരു പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിന്റെ രാഷ്ട്രീയ സദാചാരം, മര്യാദ എന്ന് പറയുന്നത്? അപ്പോൾ ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ സ്പഷ്ടമായിട്ട് പറഞ്ഞത്, ഈ ഒരു വേട്ടയാടലിനെ നിയമപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും ഞങ്ങൾ നേരിടും. ഇഡിക്കോ ഏതെങ്കിലും കേന്ദ്ര ഏജൻസിക്കോ ഇന്റർപോളിനോ FBI-ക്കോ മൊസാദിനോ ഒക്കെ അന്വേഷിച്ചോട്ടെ. ഇനി ഇവര് 2019 മുതൽ അന്വേഷിച്ചോണ്ടിരിക്കുകയാണല്ലോ, എവിടെ എത്തിയിട്ടില്ലല്ലോ. ഇപ്പൊ SFIO എന്ന് പറഞ്ഞ ഒരു ഏജൻസി, സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി, ആ കേസ് ഡൽഹി ഹൈക്കോടതിയില്ല, അവിടെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പിന്നെ എങ്ങനെയാണ് ഇവർ ഈ കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? ഇനി SFIO എന്നുള്ള ഏജൻസി എങ്ങനെയാണ് ഒരു അന്വേഷണത്തിലേക്ക് വരുന്നത്? SFIO വരുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഒരു കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓഹരി ഉടമകൾ തമ്മിലുള്ള തർക്കത്തിലാണ് സാധാരണഗതിയിൽ SFIO വരുന്നത്. അതുപോലെ ഇതിലേക്ക് കൊണ്ടുപോകുന്നു. അതായത് കേന്ദ്ര സർക്കാരിന്റെ പക്കലുള്ള എല്ലാ ഏജൻസികളെയും ആയുധമായിട്ട് ഉപയോഗിച്ചു. കേന്ദ്ര ഏജൻസികളുടെ ആയുധവൽക്കരണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അപഹാസ്യമായ തലത്തിലാണ്. പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ഇമാതിരി ഉമ്മാക്കിയിലും ഓലപ്പാമ്പിലൊന്നും ഭയപ്പെടുന്ന ഒരാളല്ല. കേരളത്തിലെ CPM ഇതുപോലുള്ള ഒരുപാട് അഗ്നിപാതകളിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾ രാഷ്ട്രീയപരമായിട്ട് ഇതിനെ നേരിടും. അതിനുള്ള ഇച്ഛാശക്തിയുണ്ട്, ജനപിന്തുണയുണ്ട്. ഈ അപഹാസ്യ നാടകം കേരളത്തിലെ ജനങ്ങൾ, ഇന്ത്യയിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് കോൺഗ്രസും BJPയും കൂടി ഈ പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കേജ്രിവാളിനെതിരെ ഉപയോഗിച്ച അതേ തന്ത്രം പിണറായി വിജയനെതിരെ ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും ബോധ്യമാണ്.